ഇനി ഞാൻ ഏഞ്ചൽ മോളുടെ അടുത്ത് കിടക്കുന്നുമില്ല, സ്നേഹിക്കുന്നുമില്ല. എനിക്ക് മനസ്സിലായി, ഏഞ്ചൽ മോളോട് അടുക്കുന്നത് ഇച്ചായനെ ഇഷ്ടപ്പെടുന്നില്ല. ആ കാര്യത്തിൽ എനിക്ക് ഒരു വിഷമവുമില്ല. ഈ കാണിക്കുന്ന സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ അതിയായ സന്തോഷമുണ്ട് എനിക്ക്. എനിക്ക് ആത്മാർത്ഥത ഇല്ലെന്നാണോ ഇച്ചായൻ പറയുന്നത്? ഉണ്ടാവണം. അവൾക്കൊരമ്മയുടെ സ്നേഹം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടാ ആനി ഈ വീട്ടിലേക്ക് വന്നത്. അറിയാലോ. ഇച്ചായൻ എന്നെ വിശ്വസിക്കാം. ഇനി ഒരിക്കലും ഞാൻ ആ പഴയ ആനി ആവില്ല. സന്തോഷം. പക്ഷേ അതിന്റെ പേരിൽ എന്തിനാ ഇസ അകറ്റി നിർത്തുന്നത്? ഏഞ്ചലിന് പപ്പയുടെ സ്ഥാനത്ത് ഞാനുണ്ട്. നീ കൂടി ഉണ്ടായ അവൾക്ക് പപ്പയെ അമ്മച്ചിയായി. എന്ന് വെച്ച് കൂടെ നിന്ന് നീ ഒറ്റയടിക്ക് ഇസയെ കൈവിട്ടാ അവൾക്കത് സഹിക്കാൻ പറ്റുമോ? ആര് പറഞ്ഞു കൈവിട്ടൂന്ന്? ഞാനാ അവളെ വഷളാക്കിയത്. ഇപ്പൊ അവള് ഏഞ്ചലിനെ ഉപദ്രവിക്കുന്നത് കാണുമ്പോ എനിക്ക് സഹിക്കാനാവുന്നില്ല. ഇസ ചെയ്യുന്നത് തെറ്റ് തന്നെയാ. പക്ഷേ അവളും കുഞ്ഞാ, അത് മറക്കരുത് നീ. കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണ് അവള് കാണിക്കുന്നത്. നല്ല ശിക്ഷ തന്നെ കൊടുക്കും ഞാൻ. അതവള് നന്നാവാൻ വേണ്ടിയാ. നന്നാവില്ല. നീ കാണിക്കുന്ന പോലെ പെരുമാറിയ ഒരു കുഞ്ഞ് നന്നാവത്തില്ല. ഇപ്പൊ തന്നെ നീ കാണിച്ചെന്താ? ഇസയെ തനിച്ചാക്കി ഏഞ്ചലിന്റെ അടുത്ത് പോയി കടന്നു. സഹിക്കാൻ പറ്റത്തില്ല. കരയെ ഇസ മോള്. എന്നോട് പോലും അവള് ദേഷ്യം കാണിക്കാന്ന് വെച്ചാ ആ മനസ്സ് അത്രയ്ക്ക് വേദനിച്ചിട്ടാ. ഞാൻ എന്ത് ചെയ്യണമെന്നാ ഇച്ചായൻ ഈ പറയുന്നേ? ഇസ മോളെ നല്ല കുട്ടിയാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ പഴയതുപോലെ തന്നെ നീ അവളെ സ്നേഹിക്കണം. സ്നേഹം കൊണ്ടേ കുട്ടികളെ തിരുത്താൻ പറ്റും. വഴക്ക് പറയാം, കമ്പെടുക്കാം. പക്ഷെ തല്ലിപ്പോയാ തല്ലിനോടുള്ള അവരുടെ പേടി മാറും. തൊട്ടതിനും പിടിച്ചതിനൊക്കെ അവർ ശിക്ഷിക്കാൻ തുടങ്ങിയ കുട്ടികൾ വഴിതെറ്റും. വീട് വിട്ട് ഇറങ്ങിപ്പോകാൻ തുടങ്ങുന്ന ഒരു കുട്ടിയോട് നീ എങ്ങോട്ടെങ്കിലും പൊക്കോ എന്നല്ല പറയേണ്ടത്. ആ ദേഷ്യം തീർക്കാൻ കുഞ്ഞുങ്ങളെ തനിച്ചുറങ്ങാൻ വിട്ടിട്ട് കരയിപ്പിക്കല്ല ചെയ്യേണ്ടത്. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ ഇച്ചായ. എന്റെ മോള് നന്നാവണം, അത്രേ ഉള്ളൂ എന്റെ മനസ്സില്. ഇച്ചായൻ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അതുപോലെ ചെയ്യാൻ ഞാൻ. ഇസമോളുടെ തെറ്റുകൾ എന്താണെന്ന് സ്നേഹത്തോടെ മോളെ വിളിച്ചിരുത്തി പറയണം. പറഞ്ഞു മനസ്സിലാക്കണം. വന്നേ. നിന്റെ ഒരു മാളൂട്ടി എന്നെ നശിപ്പിക്കും ഞാൻ. എല്ലാം ഞാനിന്ന് നശിപ്പിക്കും. അങ്ങനെ ആരും ഇന്ന് സുഖമായിട്ട് ഉറങ്ങണ്ട. എന്താ? എനിക്ക് ദേഷ്യം വന്നാ ഞാൻ എന്തും ചെയ്യും. എന്ത് പറഞ്ഞിടേ? അമ്മയോട് തർക്കുത്തരം പറയാൻ മാത്രം വളർന്നു നീ. ഇങ്ങോട്ട് പാടി, നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഇങ്ങോട്ട് പാടി. അമ്മച്ചി പാടി ഇങ്ങോട്ട്. അമ്മച്ചി വിട്. നിന്റെ അഹങ്കാരം ഞാൻ ഇന്ന് തീർത്തു തരാം. അമ്മച്ചി ഇത്രയൊക്കെ ആയിട്ടും മതിയായില്ലേടി നിനക്ക്? എന്ത് ഭാവിച്ചാ നീ ഇറങ്ങി തിരിച്ചിരിക്കുന്നേ? തല്ലിച്ചതയ്ക്കും നിന്നെ ഞാൻ. നിർത്ത്. എന്താ നീ കാണിക്കുന്നേ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചു? ഭ്രാന്ത് എനിക്കല്ല, ഇവൾക്കാ. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ചട്ടുകം പഴിപ്പിച്ച് വെച്ച് കൊടുക്കില്ല ഇവൾക്ക്. ഒന്ന് അടങ്ങ അനി. നീ ഇച്ചായൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവളുടെ കാര്യം പറഞ്ഞ് സങ്കടപ്പെടായിരുന്നില്ല ഞാൻ. എങ്ങനെ നന്നാക്കി എടുക്കാന്ന് ആലോചിക്കായിരുന്നില്ലേ? അതിനിടയ്ക്ക് ഇവള് കാണിച്ച പണി ഇച്ചായന് കണ്ടതല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ കുരുത്തക്കേട് കാണിച്ചപ്പോ കൂട്ടു നിന്നത് നീ തന്നെയാ. ഇപ്പൊ കൊല്ലാൻ നടക്കുന്നതും നീ തന്നെ. ശരിയാ, ഇച്ചായൻ പറഞ്ഞത് സത്യോ. തല്ലി വളർത്തിയില്ല ഞാൻ. അപ്പച്ചനെ പിരിഞ്ഞ് ജീവിക്കുന്നല്ലേന്ന് കരുതി അമിതമായി സ്നേഹിച്ചു പോയി. അതാ ഞാൻ ചെയ്ത തെറ്റ്. ഏഞ്ചൽ മോളെ നീ ഉപദ്രവിക്കുന്നതിനൊക്കെ കൂട്ടു നിന്നവളാ ഞാൻ. ഇപ്പൊ കർത്താവിനെ വിളിച്ച് മഹാപെരക്കുക. അമ്മച്ചിയോട് ഞാൻ പറഞ്ഞായിരുന്നു എന്റെ ചീത്ത സ്വഭാവത്തിന് കൂട്ടു നിൽക്കാൻ. ഓ, ഇപ്പൊ അതാണല്ലേ കുറ്റം? നിനക്ക് ഞാൻ കൂട്ടു നിന്ന് പോയി. കേൾക്കണോടി, ഇതൊക്കെ ഞാൻ കേൾക്കണം, അനുഭവിക്കണം ഞാൻ. സമയം പാതിരാത്രിയാ. നാട്ടുകാരെ കേൾക്കും. ഒന്ന് നിർത്തുന്നുണ്ടോ നീ?
എന്റെ വിഷമം എനിക്കൊന്ന് പറഞ്ഞെങ്കിലും തീർക്കണ്ടേ? സങ്കടമുണ്ട് ഇച്ചായ. ഇച്ചായും പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു വിഷവിത്തിനെയാ നീ നട്ടു വളർത്തുന്നേന്ന്. ഇപ്പൊ മനസ്സിലായി, ഇവരെന്റെ ശത്രുവാ. എങ്കിൽ പിന്നെ എന്തിനാ ഈ ശത്രുവിനെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? ഇറങ്ങി പോയതല്ലേ, അന്നങ്ങ് പോയേനല്ലോ. കേട്ടില്ലേ ഇച്ചായ ഇവള് പറയുന്നത്? കർത്താവേ, ഞാൻ ഇതിനു വേണ്ടി എന്ത് പാപോ ചെയ്തത്? എന്റെ അപ്പച്ചന്റെ അടുത്ത് അമ്മച്ചി ഈ ചെയ്തതെല്ലാം പാപമല്ലേ? എന്നെ എടുത്തോണ്ട് ഇറങ്ങി പോന്നില്ലേ? ഇസേ, ആരോടാ എന്താ പറയണേന്ന് അറിയോ നിനക്ക്? ഇവള് പറയട്ടെ ഇച്ചായ, ഞാൻ ഇതൊക്കെ കേൾക്കണം, ഇതിനപ്പുറം കേൾക്കണം. അമ്മച്ചി തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ ഒരിക്കലും അപ്പച്ചനെ എന്നെ കാണിച്ചു കൊടുക്കില്ലെന്ന്? എന്റെ മാതാവേ, എന്നതൊക്കെ ഇവളീ പറയുന്നേ? നീ ഒന്ന് ഇറങ്ങിപ്പോയ ആനി ഇവിടുന്ന്. ഓ, വല്ലാത്തൊരു കഷ്ടമാണത്. പോവും ഞാൻ, ഇനി ഒന്നും പറയുന്നില്ല, മതിയായി. എന്നതാ ഇസേ നീ കാണിച്ചു കൂട്ടുന്നത്? നന്നാവില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണോ? എന്നെ ആരും നന്നാക്കണ്ട. പണ്ട് എനിക്ക് അമ്മച്ചിയെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പൊ ആരുമില്ല എനിക്ക്. അമ്മച്ചിക്കിപ്പം ഏഞ്ചലിനെ മതി. മോളെല്ലാരോടും സ്നേഹത്തോടെ പെരുമാറ്, അപ്പൊ തിരിച്ചും സ്നേഹം കിട്ടും. എനിക്ക് ഇഷ്ടമുള്ളതുപോലെയല്ലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ. പപ്പ ഒന്ന് എഴുന്നേറ്റ് പോയേ. ഇപ്പൊ സമാധാനായല്ലോ ഇച്ചായന്. അവള് നന്നാവുകയല്ല. പറഞ്ഞതൊക്കെ കേട്ടില്ലേ? പറഞ്ഞത് കേട്ടില്ലേ ഇച്ചായ? അവൾക്ക് അവളുടെ അപ്പച്ചനെ കാണാൻ പറ്റാത്തത് ഞാൻ കാരണമാണെന്ന്. ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും? നീ ഇങ്ങനെ കരഞ്ഞ് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എനിക്കറിയത്തില്ല ഒന്നും. നീ അവളോട് ദേഷ്യം കാണിക്കുന്നതാ എല്ലാ പ്രശ്നത്തിനും കാരണം. ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും? നീ ഇങ്ങനെ കരഞ്ഞ് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എനിക്കറിയത്തില്ല ഒന്നും. നീ അവളോട് ദേഷ്യം കാണിക്കുന്നതാ എല്ലാ പ്രശ്നത്തിനും കാരണം. അമ്മച്ചി ഒന്ന് ദേഷ്യപ്പെട്ടാൽ ഉടനെ മക്കൾ ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? ഏഞ്ചലിന്റെ മുറി കയറി മറ്റു സാധനങ്ങളൊക്കെ എടുത്തെറിഞ്ഞത് പോട്ടെ, മാതാവിനെ പോലും അവൾ എടുത്തെറിഞ്ഞില്ലേ? നീ വന്ന് കിടക്ക്, നേരം വിളക്കട്ടെ. എന്ത് വേണമെന്ന് ആലോചിക്കാം നമുക്ക്. വേണ്ട, ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. കതിരെ വളം വെച്ചിട്ട് കാര്യമില്ലല്ലോ. സ്നേഹിച്ചാലും ഉപദേശിച്ചാലും ഒന്നും അവള് നന്നാവുകയല്ല. പിന്നെ നീ എന്ത് ചെയ്യാൻ പോവാ? ഏഞ്ചൽ ഈ വീട്ടിലാ വളരേണ്ടത്. ഏഞ്ചലുള്ള വീട്ടിൽ ഇനി ഇസ വേണ്ട. ഇസയെ ഞാൻ ഇവിടുന്ന് മാറ്റാൻ പോവാ. എന്തൊക്കെയാ നീ പറയുന്നത്? അത് വേണം ഇച്ചായ. അനുഭവം കൊണ്ടേ അവള് പഠിക്കൂ. വല്ല വീട്ടിലും ചെന്ന് നിൽക്കുമ്പോ മനസ്സിലാക്കിക്കോളും ഈ അമ്മച്ചിയുടെ സ്നേഹം എന്താണെന്ന്. വല്ല വീടു എന്ന് വെച്ചാ? അത് അത് അവൾ എങ്ങോട്ടാ പോകാൻ ഇഷ്ടപ്പെടുന്നെന്ന് വെച്ചാ അങ്ങോട്ട് തന്നെ പോട്ടെ. അതെവിടെയാന്നാ ചോദിച്ചത്? അത് മോളിയുടെ വീട്ടിൽ. ഞാൻ അവളെ അവളുടെ മോളിയാന്റിയുടെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പോവാ. അവര് ഈ കൊച്ചിനെ ശ്രദ്ധിക്കൂ. അവിടെ ചെന്നാ അവള് കൂടുതൽ വഴിതെറ്റിപ്പോയുള്ളൂ. മോളിയുടെ സ്വഭാവം എനിക്കറിയാം. വരച്ച വരയിൽ അവളെ നിർത്തും, ഒരു പാട് പഠിപ്പിക്കും. അപ്പോ മര്യാദക്കാരിയായിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോന്നോളും. ഒരു തവണ അവളെ വാശിക്ക് ഇറങ്ങിപ്പോയെന്ന് വിചാരിച്ച് അവിടെ കൊണ്ടാക്കാന്നൊക്കെ പറഞ്ഞാ അത് നിസ സമ്മതിക്കൂ? സമ്മതിപ്പിക്കും, അല്ലാതെ എന്റെ മുമ്പില് വേറെ വഴിയില്ല ചായ. ഏഞ്ചൽ മോളെ ഇനിയും ദ്രോഹിച്ച എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുകയില്ല. കുട്ടിയാണ് അവള്, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? പോരാ, മോളി എന്റെ വീട്ടിലേക്ക് പോയേ പറ്റൂന്ന് നാളെ തന്നെ ഞാൻ അവളോട് പറയും.
ഇന്നേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അതെന്നാടാ ബലി? പാതിരാത്രിയിലെ ഉറക്കം വരുന്നില്ല, അവിടെ ഇരിക്കാൻ നല്ല സുഖമാണെന്നൊക്കെ പറഞ്ഞതേ, കപ്പലിൽ പോയി ഇരിക്കുന്നതേ എന്തിനാണെന്നേ എനിക്ക് മനസ്സിലായി. അത് കൊള്ളാലോ. അവിടെ ഇരിക്കുമ്പോഴല്ലേ അച്ഛൻ ഈ പ്രവചിക്കാനുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്നത്. ആഹാ, അതും നീ മനസ്സിലാക്കി. പതുക്കെ പതുക്കെ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ പഠിച്ചെടുത്തോണ്ടിരിക്കല്ലേ. പക്ഷേ ഇന്ന് അച്ഛൻ പറഞ്ഞതിലേ ഒരു തെറ്റുണ്ട്. ഇവിടെ അത് നീ കണ്ടുപിടിച്ചു. ഈ ആനയുണ്ടല്ലോ, ഈ ആന ഇസയും കാണിക്കുന്നേ അഭിനയമല്ല. അല്ലേ? അല്ലച്ചോ എന്റെ പൊന്നച്ച, അതെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ. അതവരെ മാതാവായിട്ട് തോന്നിപ്പിച്ചതാ. എന്നിട്ടെന്താ, മാതാവ് തോന്നിച്ചപ്പം ആനയ്ക്ക് ഏഞ്ചലിനോട് സ്നേഹം തോന്നി. ഏഞ്ചലിനെ ഉപദ്രവിക്കുന്ന ഇസയോട് ദേഷ്യമായി. അല്ല, അച്ഛന്റെ ഇടയ്ക്കിടയ്ക്കുള്ള ആഹാ ഊഹു എന്നുള്ളൊക്കെ പറച്ചിലല്ലേ, അത് എന്നെ കളിയാക്കുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കളിയാക്കിയതല്ല, നീ പറഞ്ഞതിന് ഞാൻ വരവ് വെച്ചതാ. നീ ബാക്കി പറ. ഏഞ്ചലിനെ ഇനി ഉപദ്രവിക്കുന്നത് ആനയ്ക്ക് പേടിയുണ്ട്. അതുകൊണ്ടാണ് ആ ഇസയെ അവിടെ നിന്ന് മാറ്റാൻ തീരുമാനിച്ചത്. ഇസയെ കൊണ്ടുപോവോ? പിന്നെ കൊണ്ടുപോയല്ലേ, ആന കൊണ്ടുപോകും. അവളെ ഒറ്റയ്ക്കാക്കും, അവളെ മര്യാദക്കാരിയാക്കും. ആ കാര്യം ഉറപ്പാ. മാതാവേ കാത്തോളണേ, എല്ലാവരും കപ്പ്യാര് പറയുന്ന പോലെ തന്നെ നടക്കണേ. അപ്പോ ഗുഡ് നൈറ്റ്. നീ നേരത്തെ വന്നങ്ങ് ചായ ഇടല് തുടങ്ങിയോ? ഇതിപ്പോ വൈകിയില്ലേ എടുത്തി. 4 മണി മുതൽ ഉണർന്നു കിടക്കുമായിരിക്കും അപ്പച്ചൻ. ഇങ്ങനെ കിടപ്പിലാവുന്നവരെ കുറിച്ച് ആലോചിക്കുമ്പോ വല്ലാത്ത വിഷമം. സ്വന്തം ആഗ്രഹത്തിനൊന്നും കിട്ടില്ലല്ലോ. ബാക്കിയുള്ളവർക്ക് സമയമുള്ളപ്പോ എന്തേലും ഉണ്ടാക്കി കൊടുത്താലായി, കൊടുത്തില്ലെങ്കിലായി. കേട്ടിട്ടുണ്ട് ഞാൻ, പണ്ട് അപ്പച്ചൻ 4 മണിക്ക് ഉണർന്ന് ചായ ചോദിക്കുമായിരുന്നു എന്ന്. നിനക്കതൊന്നും അനുഭവിക്കേണ്ടി വന്നില്ലല്ലോ. നടുത്തളത്തിൽ വന്നു നിന്ന് 4 മണിക്കൊരു വിളിയുണ്ട്, എൽസേന്ന്. ആ പ്രതാപമൊക്കെ തീർന്നില്ലേ? ആ പ്രതാപത്തിന്റെ ഒരംശമെങ്കിലും ഞാനും തിരിച്ചു കൊടുക്കണമല്ലോ. സ്വന്തം ഭർത്താവിനോടും അത് കാണിക്കാം. ലൂക്കയുടെ കാര്യം തന്നെയാ ഞാനും പറഞ്ഞേ. ഞാനാ നിലത്ത് കിടക്ക ഇന്നലെ ബെഡ്ഷീറ്റ് കൊടുത്ത്. ഇറക്കി വിടേണ്ടി വന്ന് മുറിയുന്നു. കയ്യിലിരിപ്പതല്ലേ. ആ, ഇത് അപ്പച്ചനുള്ള ചായയല്ലേ? അതെ. ഇങ്ങെടുക്ക്, ഞാൻ കൊണ്ടുകൊടുക്കാം. എന്നതാടി ഒരു ആള് മാറ്റം? ടെസ് എവിടെ? എന്നോട് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. ഞാൻ കരുതി രാവിലെ എങ്ങാനും അവള് ഡ്യൂട്ടിക്ക് പോയി കാണുമെന്ന്. അതൊന്നുമല്ല, ശീലങ്ങളും പതിവുകളും ഒക്കെ ഇനി മാറാൻ പോവല്ലേ. എങ്കി പിന്നെ അതവൾ ഉള്ളപ്പോ തന്നെ ആകാവുന്ന കരുതി കാണും. അവള് നിന്നോടും പറഞ്ഞോ? ഇവിടെ നടക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം, അപ്പച്ചനൊഴികെ. ഒരു പെങ്കൊച്ചിന്റെ ജീവിതത്തിന്റെ കാര്യല്ലേ, നിനക്ക് ലൂക്കാച്ചനോടൊന്ന് പറഞ്ഞുകൂടെ? എന്റെ കാര്യം ആരോട് പറയുന്ന അറിയാതെ നടക്കുവാ ഞാൻ. അപ്പോഴാ വല്ലവരുടെയും കാര്യത്തിൽ ഉപദേശിക്കാൻ പോകുന്നത്. ആഹാരത്തിന് മുമ്പുള്ള ഗുളിക തരട്ടെ? ഇപ്പൊ വേണ്ട. നിനക്കെന്താ പ്രശ്നം? അത് ശരി, എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ. മനുഷ്യ സ്ത്രീ അല്ലല്ലോ ഞാൻ. കുടിച്ചു കഴിഞ്ഞാ ഗ്ലാസ് താപ്പച്ച. നീ കാര്യം പറയൽ സമേ. കാര്യമൊന്നുമില്ല. ഒരു സ്ഥലത്ത് നമ്മളൊരു അധികപ്പറ്റാണെന്ന് തോന്നിയാ ഒഴിഞ്ഞു കൊടുത്തേക്കണം. ടെസയ്ക്ക് ജോലിയുള്ളതുകൊണ്ട് അവൾക്ക് പോയാലും കുഴപ്പമില്ല. തക്കടുമോളെ പോറ്റാനുള്ള വഴി അവൾക്കുണ്ട്.
പിന്നെ എന്റെ കാര്യം, കുഞ്ഞും കുട്ടിയൊന്നും ഇല്ലാത്ത എനിക്കെന്താ, അങ്ങനെ അങ്ങ് ജീവിച്ചു പോകും. ദാ, മുഷിഞ്ഞത് വേറെ വല്ലതും ഉണ്ടോ? നീ ഇതൊന്ന് പിടിച്ച്. ഇത് കുഴപ്പമാണല്ലോടി കൊച്ചേ. നിങ്ങളെല്ലാം കൂടെ എന്നൊക്കെയായി ഒപ്പിക്കുന്നത്? ഞാനൊന്നും ഒപ്പിക്കുന്നില്ലായേ. കഴിവ് കെട്ടവളാ ഞാൻ. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയാത്തവള്. അപ്പൊ എന്നതാ വേണ്ടത്? ചവിട്ടി പുറത്താക്കും മുന്നേ അങ്ങ് ഒഴിഞ്ഞു തരണം, അത്രേ ഉള്ളൂ. അപ്പോ നീയും പോവുകയല്ലേ? പോകാതിരിക്കാം. ടെസയ്ക്കും പോവേണ്ടി വരില്ല. അത് തീരുമാനിക്കേണ്ടത് അപ്പച്ചനാ. പോകാതിരിക്കാം. ടെസയ്ക്കും പോവേണ്ടി വരില്ല. അത് തീരുമാനിക്കേണ്ടത് അപ്പച്ചനാ. ഞാനോ? ഞാൻ എന്നതാടി മോളെ തീരുമാനിക്കേണ്ടത്? ജീവിച്ചിരിക്കുന്ന മക്കളുടെ കുടുംബമാണോ അതോ മരിച്ചുപോയ സാറയുടെ മകളാണോ വലുതെന്ന് അപ്പച്ചൻ തന്നെ തീരുമാനിക്കും. രണ്ട് കുടുംബങ്ങളാ തകരാൻ പോകുന്നത്. വേണോ വേണ്ടയോന്ന് അപ്പച്ചൻ ആലോചിക്കും. ഏഞ്ചലും മോളെ കൊണ്ടുവരുന്നത് നിനക്കും ഇഷ്ടമല്ലേ? ഇഷ്ടമാണോന്ന് ചോദിച്ചാ ഇഷ്ടമല്ല. അത് ആ കുട്ടിയോടുള്ള വെറുപ്പൊന്നുമല്ല. ഭാഗ്യം കെട്ടവളാ ഞാൻ. ഒരു കുഞ്ഞിനെ താലോലിക്കാൻ യോഗമില്ലാത്തവള്. സ്വപ്നം കണ്ട സ്വന്തം കുഞ്ഞിന്റെ സ്ഥാനത്ത് വേറൊരു കുഞ്ഞിനെ കാണാൻ പറ്റത്തില്ല എനിക്ക്. അതിനുവേണ്ടി ആരെങ്കിലും നിർബന്ധിച്ച എല്ലാം ഇട്ടെറിഞ്ഞ് പോകാനേ പറ്റത്തുള്ളൂ എനിക്ക്. എന്താ വേണ്ടേന്ന് ചോദിച്ചാ അത് എന്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഒറ്റ മറുപടിയുള്ളൂ മോൾക്ക്. എന്തായാലും മതിയെന്ന്. ഞാൻ പറയുന്നത് വല്ലതും ഇച്ചായും കേൾക്കുന്നുണ്ടോ? ഏഞ്ചൽ മോളുടെ കാര്യം ഞാൻ പറയുന്നത്. വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴാ പറയുന്നത് ഇടിയപ്പം കഴിക്കാൻ കൊതിയുണ്ടെന്ന്. എങ്കി പിന്നെ ഇന്ന് ഇടിയപ്പം മതിയെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. ഏഞ്ചൽ എഴുന്നേറ്റില്ല ഇതുവരെ? ഉറങ്ങിക്കോട്ടിച്ചായ, ഒരു നേരായില്ലേ കിടന്നപ്പോ? മര്യാദയ്ക്ക് കിടന്നുറങ്ങിയ കൊച്ചിനെയല്ലേ വിളിച്ചുണർത്തി ശല്യം ചെയ്തത്. ഉറങ്ങിക്കോട്ടെ. ഇസ എവിടെ? ആ, നേരത്തെ അവിടെ കിടക്കുന്ന കണ്ടു. എഴുന്നേറ്റാവോ? നിനക്ക് എന്താ ഇനി പറ്റിയത്? ഇസ ചെയ്യുന്ന എല്ലാത്തിനും ചുക്കാൻ പിടിച്ചിരുന്നത് നീയാ. എന്താ പെട്ടെന്നൊരു മാനസാന്തരം? ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമായി. തിരുത്തണമെന്ന് തോന്നി. അത് വേണ്ടേ? വേണം. പക്ഷേ ആ തെറ്റ് തിരുത്തുന്നത് മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടാവരുത്. ഏഞ്ചലിനെ സ്നേഹിക്കണം, അതേപോലെ ഇസയും സ്നേഹിക്കണം. അവൾക്ക് വലിയ വിഷമമുണ്ട്. സ്നേഹം കൂടി പോയതിന്റെ അയച്ചായ അവള് നന്നാവണം, അതിനു വേണ്ടിയാ. എന്നാലും വല്ലവരുടെ വീട്ടിലൊക്കെ കൊണ്ടാക്കാന്ന് വെച്ചാ വളർന്നു വരുന്ന ഒരു പെൺകൊച്ചല്ലേ? മോളിയാൻറ്റീന്ന് പറഞ്ഞ അവൾക്ക് 100 നാവല്ലേ? കുറച്ചു ദിവസം അവിടെ പോയി നിൽക്കുമ്പോ പഠിച്ചോളും. സ്വന്തം അമ്മച്ചിയുടെ വില എന്താണെന്ന് പഠിക്കണം അവള്. അവസാന തീരുമാനം എടുക്കുന്നത് ഒന്നുകൂടി ആലോചിച്ചിട്ട് വേണമെന്നേ ഞാൻ പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എനിക്ക്? കിടക്കപ്പായ എഴുന്നേറ്റ് വന്ന് ചായ എടുത്തോളണം. മുഖം പോലെ കഴുകല്ലേ. പോയി മുഖവും ആകെയൊക്കെ കഴിയിട്ട് വായിസേ. നീ അവിടെ ഒന്ന് നിന്നേ. ഇച്ചായ, ഇന്നലെ രാത്രി നമ്മൾ തീരുമാനിച്ച കാര്യം ഞാൻ പറയാൻ പോവാ. ഞാൻ പറയണോ അത് ഇച്ചായം പറയണോ? എന്റെ അഭിപ്രായം ഞാൻ ആനിയോട് തന്നെ പറഞ്ഞതല്ലേ? വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. നിക്ക്, ഇസ ഇങ്ങോട്ട് വന്നേ. നീ ഒരു പേര് പറയാറില്ലേ? മോളി ആന്റി.
ആ ആന്റിയുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് നിനക്കിഷ്ടാണോ? ഇഷ്ടമാണെങ്കിൽ ആണെന്ന് പറ, അല്ലെങ്കിൽ അല്ലെന്ന്. ഇഷ്ടമല്ല. ഈ വീട്ടിൽ നിന്ന് ഇനി ഞാൻ എങ്ങോട്ടും പോകത്തില്ല. അത് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? പോകാൻ പറഞ്ഞ പൊയ്ക്കോണം. നിന്നെ ഞാൻ മോളിയാന്റിയുടെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാ. ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞില്ലേ? നിന്റെ അഭിപ്രായം ചോദിച്ചതല്ല, തീരുമാനം പറഞ്ഞതാ. ഈ വീട്ടിലെ ഇനി ഏഞ്ചൽ മാത്രം മതി. ഞാൻ പോകുന്നു പറഞ്ഞ അമ്മച്ചി ഇരിക്കണ്ട. ഞാൻ പോകത്തില്ല, പോകത്തില്ല, പോകത്തില്ല. എടി ആനി, അവളെ നിർബന്ധിക്കണ്ട. ഇച്ചായി സൈഡ് പറയണ്ട. ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നതേ നടക്കൂ. ഇസ ഈ വീട്ടിൽ നിന്ന് ഞാൻ മാറ്റിയിരിക്കും. രക്ഷപ്പെട്ടു. തേടിയ വള്ളി ഉണർന്നിട്ടില്ല. ഇപ്പൊ ശരിയാക്കി തരാം. തക്കിടുമോളെ, പപ്പയുടെ പഞ്ചാര കെട്ടി ഉണർന്നേ. ഉണർന്നേ തക്കിടുമോളെ, ഉണർക്ക്. ഓ ഓ ഓ. ഗുഡ് മോർണിംഗ് പപ്പ. ഗുഡ് മോർണിംഗ് മോളെ. പപ്പ കൊണ്ടേ മുഖം കഴിച്ചേരട്ടെ. അമ്മച്ചി എവിടെ പപ്പ? ഇന്ന് മോളെ നോക്കുന്ന ജോലി പപ്പ എങ്ങ ഏറ്റെടുക്കുക. അമ്മച്ചി അടുക്കളയല്ലേ? വാ ബാ. ഓ അമ്മേ. ഓ ബാ, നമുക്ക് പോകാം. അപ്പച്ചൻ മരുന്ന് കഴിച്ചായിരുന്നു ഇടത്തി? അപ്പച്ചൻ അതിനൊന്നും സമയമില്ലല്ലോ. വായ തുറന്ന ഏഞ്ചൽ മോളെ ഏഞ്ചൽ മോളെ എന്ന് പറഞ്ഞിരിക്കുവല്ലേ. മരുന്ന് കൃത്യമായിട്ട് കൊടുക്കണം. ഞാൻ പോയാലും അത് മുടക്കരുത്. അപ്പൊ നീ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട്? ഞാൻ പോകുന്നില്ലെന്ന് ഇടത്തിയോട് ആര് പറഞ്ഞു? ലൂക്ക പറഞ്ഞു, അല്ലാതാര് പറയാനാ? തുറന്നങ്ങ് ചോദിക്കട്ടെ. ഈ വിവാഹമോചനം എന്ന് പറഞ്ഞ ബുദ്ധിയൊക്കെ ഏടത്തി തന്നെയാണോ അനിയന് പറഞ്ഞു കൊടുക്കുന്നത്?